ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമുക്കിവിടെ വന്നേക്കുന്നത് ലേസർ ജെറ്റ് M1136 MFP. ഇത് HP-യുടെ ഒരു പ്രിൻ്ററാണ്. ഇത് കസ്റ്റമർ വേറെ എവിടെയോ സർവീസിന് കൊടുത്തിട്ട് അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ആയ ഒരു സാധനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ഉള്ളിലൊക്കെ അഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് കസ്റ്റമർ നമ്മളോട് പറഞ്ഞത്. നമ്മൾ തുറന്നിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ വരുന്ന പാർട്ടൊക്കെ അഴിച്ചിട്ട് ഇത് വേറെ തന്നെയാണ് തന്നേക്കുന്നത്. നമുക്ക് ഒന്ന് അഴിച്ചു നോക്കാം. ഇതിൽ കേബിളൊക്കെ അഴിച്ചിട്ടിട്ടാണ് കാണുന്നത്. സ്കാനറിലെ ഇത് കണക്ഷൻ കൊടുത്തിട്ട് കാണുന്നില്ല. പവർ സപ്ലൈ ബോർഡിൻ്റെ കൊടുത്തിട്ട് കാണുന്നില്ല. നമുക്കിതൊന്ന് കൊടുത്തിട്ട് ഒന്ന് നോക്കാം എന്താണ് പ്രോബ്ലം എന്നുള്ളത്. ഇത് ബോർഡ് കത്തിപ്പോയിട്ടാണുള്ളത്. ഇതിൻ്റെ കമ്പോണൻസ് കുറേ എടുത്ത് കളഞ്ഞിട്ടും കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവരിത് ട്രൈ ചെയ്തിട്ടുണ്ടാകാം ബോർഡ് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആവാതെ അത് മാറ്റി വെച്ചേക്കുന്നതാണ്. എന്തായാലും ഈ ബോർഡിൽ തന്നെ നമ്മളിനി ചെയ്യുന്നത് അബദ്ധമാവും. കാരണം ഇത് ഓൾറെഡി ബേൺ ആയിട്ട് കാണുന്നുണ്ട്. നമുക്ക് പുതിയൊരു ബോർഡ് ഇട്ടിട്ട് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. സാധാരണ നമ്മൾ ബോർഡ് ചിപ്പ് ലെവൽ സർവീസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ബോർഡ് കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തന്നാൽ മതി. ഞങ്ങൾ സർവീസ് ചെയ്തിട്ട് തിരിച്ചു തരുന്നതായിരിക്കും. പക്ഷേ ഒരു പരീക്ഷണം നടത്തിയിട്ട് സാധനം അയക്കരുത്. കാരണം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ സംഭവിച്ച മാതിരി തന്നെയാകും. കാരണം നമുക്ക് പിന്നീടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും. ഇതിൻ്റെ കാർട്രിഡ്ജ് ഒക്കെ ഉപയോഗിക്കാണ്ട് വെച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട്. കംപ്ലീറ്റ് ഡാമേജ് ആയിട്ടാണ്. ബ്ലേഡൊക്കെ ഡാമേജ് ആണ്. പുതിയ കാർട്രിഡ്ജ് എടുപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പ്രിൻ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് സിസ്റ്റത്തിൽ നിന്നൊന്ന് പ്രിൻ്റ് കൊടുത്ത് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ കാണാം, നമ്മൾ ഈ ഇരുന്ന് USB വഴി നമ്മൾ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് USB ഡിവൈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത്. ഇതിൻ്റെ ഫോർമാറ്ററും കൂടി ചേഞ്ച് ചെയ്യേണ്ടി വരും. ഫോർമാറ്റർ കംപ്ലൈൻ്റ് ആണ്.
ഇതിപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഫോർമാറ്റർ മാറ്റിയപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഇപ്പം പ്രിൻ്റർ റെഡി ആയിട്ടുണ്ട്. അതിൽ ടോണർ കാർട്രിഡ്ജ് പ്രോബ്ലം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കംപ്ലൈൻ്റ് ആണ്. അതുകൂടി ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ മൊത്തം റെഡിയായി.